പ്രിയ വിദ്യാർത്ഥികളെ, 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് ലെസൺ ലിറ്റിൽ തിങ്സ് മാറ്റർ ഈ ലെസണാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കാദ്യം ഈ ലെസന്റെ ഓഥറെ ഒന്ന് പരിചയപ്പെടാം. എബൌട്ട് ദി ഓഥർ, ഡോക്ടർ APJ അബ്ദുൽ കലാം. വിദ്യാർത്ഥികൾക്ക് ഏറെ സുപരിചിതമായ ഒരു പേരാണത്, ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. APJ Abdul Kalam, born in 1931 and died in 2015, born in Rameshwaram, Tamil Nadu, was a scientist and statesman who led India's missile and space programs. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 1931 ജനിച്ച് 2015 മരണപ്പെട്ട APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ ആൻഡ് സ്പേസ് പ്രോഗ്രാംസ്, ബഹിരാകാശ ഗവേഷണ മേഖലകൾ, ഇന്ത്യയുടെ ആയുധം, മിസൈൽ പരീക്ഷണ നിർമ്മാണ മേഖലയിലൊക്കെ നേതൃത്വം വഹിച്ചിരുന്ന ഒരു സയന്റിസ്റ്റും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്സ്മാൻ, ലീഡർ ഓഫ് ദി നേഷൻ, രാജ്യത്തിന്റെ നേതാവുമൊക്കെയായിരുന്നു APJ അബ്ദുൽ കലാം. He was the President of India from 2002 to 2007. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. His deepest interest lay in sharing his ideas with young minds. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അഗാധമായ ഒരു താല്പര്യം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അതുല്യമായ ആശയങ്ങൾ ചെറുപ്പക്കാരുമായി പങ്കുവെക്കുക എന്നുള്ളതായിരുന്നു. Among his works are India 2020, published in 1998, Wings of Fire, published in 1999, Ignited Minds 2002, You Are Born to Blossom 2008, and Target 3 Billion 2011. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പ്രസിദ്ധമായ കൃതികൾ. He was the recipient of several prestigious awards, including the Bharat Ratna, India's highest civilian honor. ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ ബഹുമതി ഭാരതരത്ന ഉൾപ്പെടെ ഒട്ടനവധി അഭിമാനകരമായ പ്രസ്റ്റിജിയസ് അവാർഡ്സ് അദ്ദേഹം നേടിയിട്ടുമുണ്ട്. Now let's go through the lesson. Before that, let's read and reflect. നാം ലെസൺ വായിക്കും മുമ്പ് മനസ്സിൽ ഓർക്കേണ്ടതായ ചില കാര്യങ്ങൾ. We have learned about the different stages of life. വില്യം ഷേക്സ്പിയറുടെ The Seven Ages of Man എന്ന മോണലോഗ് വായിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. Have you ever thought about the duties of each stage? അത്തരത്തിലുള്ള ഓരോ ഘട്ടത്തിലെയും ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടീസ്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, കടമയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? In this excerpt from APJ Abdul Kalam's memoir, a young boy begins to understand this. നാം വായിക്കാൻ പോകുന്ന ഈ ലെസൺ നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ്. അതിലൊരു യങ് ബോയ്, ഒരു ചെറിയ കുട്ടിയെക്കുറിച്ച് പറയുന്നു. അവൻ എത്തി നിൽക്കുന്ന ജീവിതഘട്ടത്തിൽ അവന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച്, അവന്റെ കടമയെക്കുറിച്ച് അവൻ ബോധവാനാകാൻ തുടങ്ങുന്നു. At a tender age, he forges his own bonds of life and evolves into a responsible member of the family. At a tender age, ആ ചെറുപ്രായത്തിൽ തന്നെ ആ കുട്ടി ജീവിതവുമായിട്ടുള്ള അവൻ്റെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നു, അത് ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ കുടുംബത്തിലെ ഉത്തരവാദിത്വമുള്ള ഒരു മെമ്പറായി അവൻ ഇവോൾവ് ചെയ്യുന്നു, വളരുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. പ്ലേയിങ് ഹിസ് റോൾ വിത്ത് പ്രൈഡ് ആൻഡ് എൻജോയ്. ആ കുടുംബത്തിൽ അവൻ എത്തി നിൽക്കുന്ന ആ ഘട്ടത്തിലെ അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും അവൻ ചെയ്തു തീർക്കുന്നു. അങ്ങനെയുള്ള APJ അബ്ദുൽ കലാമിന്റെ തന്നെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് നാം ഈ ലെസണിൽ വായിക്കാൻ പോകുന്നത്. ലിറ്റിൽ തിങ്സ് മാറ്റർ, ചെറിയ കാര്യങ്ങൾ പോലും പ്രാധാന്യമർഹിക്കുന്നു എന്നർത്ഥം വരുന്ന ഒരു ടൈറ്റിലാണ് ഈ ലെസണ് നൽകിയിരിക്കുന്നത്. എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് വിശദമായി ഉദ്ദേശിക്കുന്നത്? A little word or deed can have a big impact. നമ്മുടെ ഒരു ചെറിയ വാക്കിനോ പ്രവൃത്തിക്കോ വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും. A kind word, നമ്മുടെ ദയ നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഒരു ചെറിയ വാക്ക്. A small help, മറ്റുള്ളവർക്ക് നാം ചെയ്യുന്ന ഒരു ചെറു സഹായം. Our punctuality, നമ്മുടെ ജീവിതത്തിൽ തന്നെ നാം വെച്ച് പുലർത്തുന്ന നമ്മുടെ കൃത്യത. Doing our daily work carefully and honestly, നമ്മുടെ നിത്യേന ഉള്ള നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നിത്യജീവിതത്തിലെ നമ്മുടെ പ്രവൃത്തികൾ, അത് ശ്രദ്ധയോടും സത്യസന്ധതയോടും കൂടി നാം ചെയ്തു തീർക്കുന്നത്, ഇതെല്ലാം തന്നെ ക്യാൻ മേക്ക് എ മീനിങ് ഫുൾ ചേഞ്ച് ഇൻ ലൈഫ്.
വളരെ അർത്ഥവത്തായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്നേക്കാം. ഇതാണ് ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നുള്ള ഈ ടൈറ്റിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. Every morning a large pile of newspapers in English and Tamil is delivered to me. ഓരോ പ്രഭാതത്തിലും ഇംഗ്ലീഷിലും തമിഴിലുമായി ധാരാളം ന്യൂസ് പേപ്പറുകൾ, എ പൈൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ഒരു കൂട്ടം, ഒരു കുന്നുപോലെ പത്രങ്ങൾ എല്ലാ പ്രഭാതത്തിലും എന്നിലേക്ക് ഡെലിവർ ചെയ്യപ്പെടുന്നു, എത്തുന്നു. ഡ്യൂറിങ് മൈ ട്രാവൽസ് അബ്രോഡ് ഐ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ. ഞാൻ വിദേശ യാത്ര ചെയ്യുമ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കും. ഐ ഡു ദിസ് ബൈ ഗോയിങ് ഓൺലൈൻ ടു റീഡ് ന്യൂസ് ആർട്ടിക്കിൾസ് ആൻഡ് എഡിറ്റോറിയൽസ് ഇൻ മാഗസീൻസ് ആൻഡ് പേപ്പേഴ്സ്. ഞാനിത് ചെയ്യുന്നത് ഞാൻ യാത്രയിലായിരിക്കുമ്പോഴും ഓൺലൈനിലൂടെ വാർത്തകളും അതോടൊപ്പം തന്നെ ന്യൂസ് എഡിറ്റോറിയൽസും മാഗസീൻസിൽ നിന്നും ന്യൂസ് പേപ്പറുകളിൽ നിന്നുമൊക്കെ വായിച്ചുകൊണ്ടാണ് നിരന്തരം ഇന്ത്യയുമായുള്ള വാർത്തയിൽ ഞാൻ എപ്പോഴും സ്റ്റേ ഇൻ ടച്ച്, ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഐ വാസ് ബോൺ ഇൻ ദ ഇയർ 1931. 1931 ഞാൻ ജനിച്ചത്. When I was about 8, World War II broke out. രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ്. ഡെയിലി ലൈഫ് however remained fairly unaffected initially. യുദ്ധം തുടങ്ങി തുടക്കഘട്ടത്തിലൊന്നും നിത്യജീവിതത്തെ കാര്യമായി ബാധിച്ചിരുന്നില്ല. Particularly for us in the southern tip of the country. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തായിരുന്നു ഞാൻ ജനിച്ചതും വളർന്നതും. സദേൺ ടിപ്പ് ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തേക്ക് ആദ്യമൊന്നും രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികളും അതിൻ്റെ പ്രയാസങ്ങളൊന്നും എത്തിയിരുന്നില്ല, ജീവിതത്തെ ബാധിച്ചിരുന്നില്ല. The only source of information about the outside world was the newspaper. പുറം ലോകത്തിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കാനുള്ള ഏക സോഴ്സ്, ഉറവിടം, സ്രോതസ് എന്നുള്ളത് ന്യൂസ് പേപ്പറുകളായിരുന്നു. The agency that distributed newspapers was run by my cousin ഷംസുദ്ദീൻ. ഞങ്ങളുടെ പ്രദേശത്ത് ന്യൂസ് പേപ്പർ വിതരണം ചെയ്തിരുന്ന അതിൻ്റെ ഏജൻസി നടത്തിയിരുന്നത് എൻ്റെ തന്നെ കസിനായിരുന്ന ഷംസുദ്ദീൻ ആയിരുന്നു. Along with ജലാലുദ്ദീൻ, he was a big influence in my early life. അതോടൊപ്പം തന്നെ ജലാലുദ്ദീൻ എന്ന ഒരു വ്യക്തിയോട് കൂടെ ചേർന്നുകൊണ്ടായിരുന്നു ഷംസുദ്ദീൻ ന്യൂസ് പേപ്പർ ഏജൻസി നടത്തിയിരുന്നത്. ഈ ജലാലുദ്ദീൻ ആവട്ടെ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്നെ സ്വാധീനിച്ച വ്യക്തി കൂടെയായിരുന്നു. ഷംസുദ്ദീൻ had great affection for me and encouraged me in so many ways that he became a guiding light for me. ഷംസുദ്ദീൻ എന്ന എൻ്റെ കസിൻ ചെറുപ്പത്തിൽ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും എൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധയെടുക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഹി വാസ് എ ഗൈഡിങ് ലൈറ്റ് ഫോർ മീ. എനിക്കൊരു മാർഗദീപമായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള ബന്ധം. ഷംസുദ്ദീൻസ് ന്യൂസ് പേപ്പർ ഏജൻസി വാസ് ദി ഓൺലി വൺ ഇൻ രാമേശ്വരം. അക്കാലത്ത് രാമേശ്വരത്തുണ്ടായിരുന്ന ഏക ന്യൂസ് പേപ്പർ ഏജൻസി ഷംസുദ്ദീൻ്റേത് ആയിരുന്നു. There were about 1,000 literate people in the town. രാമേശ്വരം പട്ടണത്തിൽ അക്കാലത്ത് ഏകദേശം 1000-ഓളം ലിറ്ററേറ്റ് പീപ്പിൾ, സാക്ഷരതയുള്ള, എഴുതാനും വായിക്കാനും അറിയുന്ന, ലിറ്ററേറ്റ് മീൻസ് ഏബിൾ ടു റീഡ് ആൻഡ് റൈറ്റ്, എഴുതാനും വായിക്കാനും അറിയുന്ന 1000-ഓളം ആളുകളും അന്ന് രാമേശ്വരം ടൗണിൽ ഉണ്ടായിരുന്നു. ആൻഡ് he delivered newspapers to all of them. ഇവർക്കൊക്കെ പത്രം വിതരണം ചെയ്തിരുന്നത് ഷംസുദ്ദീനായിരുന്നു. The papers carried news about the independence movement that was heading towards a crescendo at the time. അന്നൊക്കെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ളതൊക്കെയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ ക്രെസൻഡോ, അതിൻ്റെ ക്ലൈമാക്സിലേക്ക്, ഇൻറ്റൻസിറ്റി, തീവ്രമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടെയായിരുന്നു അത്. These news items would be read and discussed among everyone. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ എല്ലാവരും വായിച്ച് എല്ലാവർക്കിടയിലും അന്ന് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. There would also be news from war front. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന യുദ്ധമുഖത്ത് നിന്നുള്ള വാർത്തകളും പത്രങ്ങളിൽ അന്നുണ്ടാകുമായിരുന്നു. About Hitler and the Nazi army. പ്രത്യേകിച്ച് ഹിറ്റ്ലറെ കുറിച്ചും നാസി പടയെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ.
The Tamil paper Dinamani was the most popular of all. പത്രങ്ങളിൽ ഏറെ പ്രചാരമുള്ളത് ദിനമണി എന്ന തമിഴ് പത്രത്തിനുമായിരുന്നു. The way the papers reached Rameshwaram was quite unique. രാമേശ്വരത്ത് അക്കാലത്ത് പത്രങ്ങൾ എത്തിയിരുന്നത് വളരെ അതുല്യമായ പ്രത്യേകമായ ഒരു രീതിയിലായിരുന്നു. They came by morning train and were kept at രാമേശ്വരം സ്റ്റേഷൻ. പുലർച്ചെയുള്ള ട്രെയിനിൽ രാമേശ്വരം സ്റ്റേഷനിൽ എത്തുന്ന പത്രങ്ങൾ അവിടെ തന്നെ സൂക്ഷിക്കപ്പെടുമായിരുന്നു. From there, they had to be collected and sent to all the subscribers. അവിടെ നിന്നും പത്രങ്ങൾ ശേഖരിച്ച് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഉപഭോക്താക്കൾക്കും കസ്റ്റമേഴ്സിനും വിതരണം ചെയ്യപ്പെടണം. This was ഷംസുദ്ദീൻസ് ബിസിനസ് and he managed it effortlessly. ഇതായിരുന്നു ഷംസുദ്ദീൻ്റെ ബിസിനസ്. അദ്ദേഹം അത് വളരെ ഈസി ആയിട്ട് എഫേർട്ട്ലെസ്ലി ഒട്ടും പ്രയാസമില്ലാതെ ഈസിലി മാനേജ് കൈകാര്യം ചെയ്തു. However, as World War II raged, it affected the newspaper delivery business in a strange way. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധം അതിൻ്റെ മൂർധന്യതയിൽ എത്തിയപ്പോൾ റേജ്ഡ് became more intensive. യുദ്ധം രൂക്ഷമായപ്പോൾ പത്ര വിതരണ ബിസിനസ്സിനെയും അത് വളരെ വിചിത്രമായ രീതിയിൽ ബാധിച്ചു. The British government had placed a number of sanctions and rations on goods. അക്കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയതോടുകൂടി നിത്യോപയോഗ സാധനങ്ങളായ വസ്ത്രം, ഭക്ഷണം തുടങ്ങിയ വസ്തുക്കളുടെ മേൽ പോലും ധാരാളം സാങ്ഷൻസ് ആൻഡ് റേഷൻസ്, നിയന്ത്രണങ്ങളും പരിധികളും വെച്ചു. സാങ്ഷൻസ്, റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങൾ, ലിമിറ്റ്സ്, റേഷൻസ്, ലിമിറ്റ്സ്, പരിധികൾ. Something like a state of emergency now prevails in the country. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഒരു എമർജൻസി പോലെയായിരുന്നു അവസ്ഥ. ഒരു എമർജൻസി മീൻസ് അടിയന്തരാവസ്ഥ. എല്ലാത്തിനും നിയന്ത്രണമുള്ള ഒരവസ്ഥയിലായിരുന്നു രാജ്യം നിലനിന്നിരുന്നത്. പ്രിവെയിൽഡ്, എക്സിസ്റ്റഡ്, നിലനിന്നത്. Our large family felt the difficulties acutely. എൻ്റേതുപോലുള്ള വലിയ കുടുംബങ്ങൾ, ധാരാളം മെമ്പേഴ്സുള്ള കുടുംബങ്ങളായിരുന്നു ഇത്തരം നിയന്ത്രണങ്ങളുടെയും യുദ്ധത്തിൻ്റെയും ഒക്കെ പ്രയാസങ്ങൾ വളരെ രൂക്ഷമായി അനുഭവിച്ചത്. acutely, severely, രൂക്ഷമായി. Foods, clothes, the needs of the babies of the households all became difficult to procure. ഭക്ഷണം, വസ്ത്രം, കുടുംബത്തിലെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രയാസകരമായി. അതെല്ലാം തന്നെ all became difficult to procure. Procure means get or avail, ലഭ്യമാവുക, നേടുക. ഭക്ഷണവും കുട്ടികളുടെ കാര്യങ്ങൾ പോലും നേടാനും ലഭ്യമാക്കാനും വളരെ പ്രയാസം നേരിട്ടു. As the difficulties of the war continued to affect us, Shamsuddin came up with a proposal. ഇങ്ങനെ യുദ്ധത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രയാസങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷംസുദ്ദീൻ പുതിയ ഒരു ഓഫറുമായി എന്നെ സമീപിച്ചത്. ദാറ്റ് എക്സൈറ്റഡ് ആൻഡ് ഡിലൈറ്റഡ് മീ. ഷംസുദ്ദീൻ കൊണ്ടുവന്ന പ്രപ്പോസൽ അഥവാ ഓഫർ എന്നെ വല്ലാതെ ആഹ്ലാദിപ്പിച്ചു. ആൻഡ് ഡിലൈറ്റഡ് മീ, മെയ്ഡ് മീ ഹാപ്പി, വളരെയധികം സന്തോഷിപ്പിച്ചു. വൺ fall of the conditions was that the rail stop at Rameshwaram station had been done away with. അന്നുണ്ടായിരുന്ന ആ അവസ്ഥയുടെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ്, യുദ്ധവും അതുണ്ടാക്കിയ പ്രയാസങ്ങളുടെയും അത് നിറഞ്ഞ കണ്ടീഷൻസ്, ആ അവസ്ഥയുടെയും ഒക്കെ ഒരു ഫോളോ ഔട്ട്, നെഗറ്റീവ് ഇഫക്റ്റ് എന്നുള്ളത് അതുവരെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് ആ സ്റ്റോപ്പ്, റെയിൽ സ്റ്റോപ്പ് ഇല്ലാതെയാക്കിയത്, അതിന് അവസാനം കുറിച്ചത്. ഡൺ അവേ വിത്ത് മീൻസ് പുട്ട് ആൻ എൻഡ് ടു, അവസാനിപ്പിക്കുക. ഇതുവരെ ഉണ്ടായിരുന്ന റെയിൽ സ്റ്റോപ്പ് രാമേശ്വരത്ത് അവസാനിപ്പിച്ചു. അവിടെ ട്രെയിനുകൾ നിർത്താതെയായി. വാട്ട് വുഡ് ഹാപ്പൻ ടു അവർ പേപ്പേഴ്സ് ദെൻ? രാമേശ്വരത്ത് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാതാകുന്നതോടുകൂടി നമ്മുടെ പത്രങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഹൗ വെർ ദേ ടു ബി കളക്ടഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ ദ പീപ്പിൾ ഓഫ് ദി ടൗൺ? ഈ പത്രങ്ങൾ ഇനി എങ്ങനെ കളക്ട് ചെയ്ത് പട്ടണത്തിലെ വായനക്കാർക്ക് വിതരണം ചെയ്യും? ഇതൊക്കെയായിരുന്നു നേരിട്ടിരുന്ന പ്രയാസങ്ങൾ. ഷംസുദ്ദീൻ ഫൗണ്ട് എ വേ ഔട്ട്. എന്നാൽ ഈ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരം, ഒരു മാർഗം ഷംസുദ്ദീൻ കണ്ടെത്തി. The papers would be kept ready in large bundles. ട്രെയിനിൽ വലിയ ബണ്ടിലുകളായി, വലിയ കെട്ടുകളായി പത്രങ്ങൾ തയ്യാറാക്കി വെക്കും. As the train chugged down the Rameshwaram Dhanushkodi track, രാമേശ്വരം സ്റ്റേഷനിൽ രാമേശ്വരം ധനുഷ്കോടി ട്രാക്കിലൂടെ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എങ്കിലും ചക്ക് ഡൗൺ,
അവിടെ എത്തുമ്പോൾ സ്ലോ ആകപ്പെടും. ഓരോ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഇല്ലെങ്കിലും ട്രെയിൻ സ്ലോഡ്, അല്പം വേഗത കുറയും. ഈ ഒരു ഘട്ടത്തിൽ ദേ വുഡ് ബി ഫ്ലങ് ഔട്ട് ടു ദ പ്ലാറ്റ്ഫോം. ആ പത്രക്കെട്ടുകൾ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തെറിയപ്പെടും. ഫ്ലങ്, ത്രോൺ, എറിയപ്പെടും. അതിന് ആളെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ വേഗത കുറഞ്ഞ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും പത്രക്കെട്ടുകൾ പ്ലാറ്റ്ഫോമിലേക്ക് എറിയപ്പെടും. ഇതായിരുന്നു പദ്ധതി. ആൻഡ് ദാറ്റ് ഇസ് വേർ ഐ കെയിം ഇൻ. ഇനി പ്ലാറ്റ്ഫോമിൽ ഞാൻ അവിടെ നിൽപ്പുണ്ടായിരിക്കും. അതായിരുന്നു എൻ്റെ ജോലി. ആൻഡ് ദാറ്റ് ഇസ് വേർ ഐ കെയിം ഇൻ. ഇവിടെയാണ് എൻ്റെ റോൾ ആകുന്നത്. എറിയപ്പെടുന്ന പത്രങ്ങൾ കാത്തുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ ഞാനും നിൽപ്പുണ്ടായിരിക്കും. Shamsuddin offered me the enjoyable job of collecting these bundles of papers thrown from the moving train. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും എറിയപ്പെടുന്ന ഈ പത്രക്കെട്ടുകൾ പ്ലാറ്റ്ഫോമിൽ കളക്ട് ചെയ്യുക, ശേഖരിക്കുക എന്നുള്ളതായിരുന്നു ഷംസുദ്ദീൻ എനിക്ക് നൽകിയ ജോലി. മാത്രമല്ല പിന്നീട് ആൻഡ് ദെൻ ടേക്കിംഗ് ദം അറൌണ്ട് ടൗൺ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ആ പത്രക്കെട്ടുകളെല്ലാം തന്നെ പിന്നീട് ടൗണിൽ വിതരണത്തിനായി എത്തിച്ചു കൊടുക്കുകയും വേണം. മൈ enthusiasm knew no bounds. എൻ്റെ താല്പര്യങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കും പരിധി ഉണ്ടായിരുന്നില്ല. enthusiasm, excitement or interest. ഈ ഒരു ജോലി കിട്ടിയപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. എൻ്റെ ആഹ്ലാദത്തിന് knew no bounds, അതിന് പരിധി ഉണ്ടായിരുന്നില്ല, അറ്റമുണ്ടായിരുന്നില്ല. I was only 8. എനിക്കന്ന് 8 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. But I was going to contribute in a meaningful way to the household income. എന്നാൽ അർത്ഥവത്തായ ഒരു രീതിയിൽ എൻ്റെ കുടുംബത്തിന്റെ ഇംഗത്തിലേക്ക്, വരുമാനത്തിലേക്ക് ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അതായിരുന്നു ആഹ്ലാദത്തിന്റെ കാര്യം. എനിക്കും എൻ്റെതായ ഒരു സംഭാവന കുടുംബ വരുമാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു എനിക്ക് അറ്റമില്ലാത്ത ആഹ്ലാദം നൽകിയ കാര്യം. For many days I had noticed the amount of food on my mother and grandmother's plates becoming lesser and lesser. കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ അമ്മയുടെയും ഗ്രാൻഡ് മദറിൻ്റെയും ഒക്കെ ഭക്ഷണപാത്രങ്ങളിൽ അവരുടെ ഭക്ഷണത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആസ് ദേ ഡിവൈഡഡ് ദ പോർഷൻസ് ബിറ്റ്വീൻ ഓൾ ഓഫ് us. കാരണം അവരുടെ പോർഷൻ കൂടി, അവരുടെ ഭക്ഷണത്തിന്റെ അളവ് കൂടി അവർ ഞങ്ങൾ മക്കൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു, വീതിക്കുകയായിരുന്നു. ആ കാരണത്താലാണ് അമ്മയുടെയും ഗ്രാൻഡ് മദറുടെയും ഒക്കെ ഭക്ഷണം കുറഞ്ഞു വരുന്നത്. The children were always fed first. കുട്ടികളെയാണ് ആദ്യം അവർ ഭക്ഷിപ്പിക്കുക. And I don't remember any of us ever going hungry. എൻ്റെ കുട്ടിക്കാലത്ത് ഏതായാലും വളരെ ഹംഗ്രി ആയിട്ട്, വിശപ്പുള്ള പട്ടിണിയാകുന്ന ഒരു അവസ്ഥ എനിക്ക് ഓർമ്മയില്ല. കാരണം അമ്മയും മുത്തശ്ശിയും ഭക്ഷിച്ചില്ലെങ്കിലും അവർ ഞങ്ങൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു. Obviously, the women were compromising on their nutrition. കാരണം വീട്ടിലെ സ്ത്രീകൾ അവരുടെ ന്യൂട്രീഷൻ, അവരുടെ പോഷകാഹാരത്തിലും അവരുടെ ഭക്ഷണത്തിലും അവർ കോംപ്രമൈസ് ചെയ്യുകയായിരുന്നു. ഫോർ us, ഞങ്ങൾക്ക് വേണ്ടി. ഐ റെഡിലി ആക്സെപ്റ്റഡ് ഷംസുദ്ദീൻസ് ഓഫർ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ പ്രയാസം നിറഞ്ഞ ജോലിയാണെങ്കിലും ഷംസുദ്ദീന്റെ ഓഫർ ഞാൻ സ്വീകരിച്ചു. However, my new job had to be fitter into my regular routine. എന്നാൽ മറ്റൊരു പ്രശ്നം, ഈ ജോലിയുടെ സമയവും എൻ്റെ റൂട്ടീൻ, എൻ്റെ നിത്യേനയുള്ള പ്രവൃത്തികൾ അതുമായിട്ട് ഫിറ്റ് ആകേണ്ടതുണ്ട്. അതിൻ്റെ സമയം. മൈ സ്റ്റഡീസ് ആൻഡ് സ്കൂൾ ഹാഡ് ടു കണ്ടിന്യൂ ആസ് ബിഫോർ. എൻ്റെ പഠനവും എൻ്റെ സ്കൂളും ഒക്കെ മുമ്പത്തെ പോലെ തന്നെ തുടരുകയും വേണം. ഈ ജോലിയും ചെയ്യണം. ദ ഡെലിവറി ബിസിനസ് ഹാഡ് ടു ബി accommodator amidst all these other activities. എൻ്റെ പത്രവിതരണം, അതോടൊപ്പം തന്നെ പഠനം, സ്കൂൾ പോക്ക്, ഇതെല്ലാം പരസ്പരം അക്കോമഡേറ്റ് ചെയ്ത് amidst all these other activities, മറ്റെല്ലാ പ്രവർത്തികൾക്കും ഇടയിൽ അത് യോജിച്ചു പോകണം. amidst means in the middle of, അതിനിടയിൽ. Among my siblings and cousins, I had shown an early aptitude for mathematics. എൻ്റെ സിബ്ലിങ്സ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എൻ്റെ കൂടപ്പിറപ്പുകൾ, അതുപോലെ തന്നെ കസിൻസ്, എൻ്റെ മറ്റ് ബന്ധുക്കൾ, ഇവർക്കൊക്കെ ഇടയിൽ എനിക്ക് മാത്തമാറ്റിക്സിനോട് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഐ ഹാഡ് ഷോൺ ആൻ ഏർലി ആപ്റ്റിറ്റ്യൂഡ് ഫോർ മാത്തമാറ്റിക്സ്. കണക്ക് പഠിക്കാനുള്ള ഒരു പ്രത്യേകമായ നാച്ചുറൽ അബിലിറ്റി ഓർ ആപ്റ്റിറ്റ്യൂഡ് എനിക്കുണ്ടായിരുന്നു. ഞാനത് പ്രകടമാക്കിയിരുന്നു. മൈ ഫാദർ ഹാഡ് അറേഞ്ച്ഡ് ഫോർ മീ ടു ടേക്ക് ട്യൂഷൻസ് ഫ്രം അവർ മാത്തമാറ്റിക്സ് ടീച്ചർ. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്തമാറ്റിക്സ് ടീച്ചറുടെ ഒരു ട്യൂഷൻ ക്ലാസ്സും എൻ്റെ ഫാദർ
അറേഞ്ച് ചെയ്തിരുന്നു, തയ്യാറാക്കിയിരുന്നു. However, my teacher had a condition that we students needed to reach his home at dawn after having taken a bath. എന്നാൽ എൻ്റെ ട്യൂഷൻ ടീച്ചർ, മാത്തമാറ്റിക്സ് ടീച്ചർക്ക് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ കുട്ടികളും അതിരാവിലെ ഡോൺ, പ്രഭാതത്തിൽ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു വേണം അദ്ദേഹത്തിന്റെ വീട്ടിലെത്താൻ. സോ ഫോർ എ ഇയർ വിച്ച് വാസ് ദ ഡ്യൂറേഷൻ ഓഫ് ദി ട്യൂഷൻ, അങ്ങനെ ഒരു വർഷക്കാലത്തേക്ക്, ആ ഒരു വർഷമായിരുന്നു എൻ്റെ ട്യൂഷന്റെ കാലാവധി, അതിന്റെ ദൈർഘ്യം. ആ ഒരു വർഷക്കാലം ഐ സ്റ്റാർട്ടഡ് മൈ ഡേ വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഔട്ട്സൈഡ്. പുറത്തപ്പോഴും ഇരുട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ ഓരോ ദിവസവും തുടങ്ങിയിരുന്നത്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ ദിനങ്ങൾ തുടക്കം കുറിക്കുമ്പോൾ അപ്പോഴും നേരം പുലർന്നിട്ടുണ്ടാകില്ല, പുറത്ത് ഇരുട്ടായിരിക്കും. വിത്ത് മൈ മദർ ഷേക്കിംഗ് മീ awake, എന്നെ ഉറക്കിൽ നിന്നും ഉണർത്തുന്നത് അമ്മയായിരുന്നു. ഷീ ഹെർസെൽഫ് വുഡ് ഹാവ് റിസൺ ബിഫോർ മീ ആൻഡ് ഗോട്ട് മൈ ബാത്ത് റെഡി. എന്നെ വിളിച്ചുണർത്തണമെങ്കിൽ അമ്മ അതിനു മുമ്പ് എഴുന്നേറ്റിരിക്കണം. അങ്ങനെ അമ്മ ഉണർന്നു വന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് എനിക്ക് കുളിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. ഷീ വുഡ് ദെൻ ഹെൽപ്പ് മീ ബേത്ത്സ് ആൻഡ് സെൻഡ് മീ ഓൺ മൈ വേ ടു മൈ ടീച്ചേഴ്സ് ഹോം. അങ്ങനെ എന്നെ കുളിക്കാനൊക്കെ സഹായിച്ച് എന്നെ ഒരുക്കി ട്യൂഷൻ ടീച്ചറുടെ വീട്ടിലേക്ക് എന്നെ നയിക്കുകയും ചെയ്യുമായിരുന്നു. ദർ ഐ വുഡ് സ്റ്റഡി ഫോർ ആൻ അവർ. അവിടെ ഞാൻ ട്യൂഷൻ ടീച്ചറുടെ വീട്ടിൽ ട്യൂഷൻ ക്ലാസ് 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ പഠനം കഴിഞ്ഞ് ആൻഡ് റിട്ടേൺ ബൈ 5 AM, 5 മണിക്ക് മുമ്പ് തന്നെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തും. എന്ന് വെച്ചാൽ 4 മണിക്ക് ക്ലാസ് തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞ് 5 മണിക്ക് വീട്ടിലേക്ക് ട്യൂഷൻ ക്ലാസ്സും കഴിഞ്ഞ് തിരിച്ചെത്തും. അപ്പോൾ അതിനു മുമ്പ് എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങാൻ വളരെ നേരത്തെ എഴുന്നേൽക്കാൻ പതിവായിരുന്നു അക്കാലത്ത്. By then, my father would be ready to take me to the Arabic school nearby. 5 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും എന്നെ വീടിനടുത്തുള്ള മറ്റൊരു അറബിക് സ്കൂളിലേക്ക്, അറബി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അച്ഛൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ആഫ്റ്റർ മൈ ലെസൺസ് വാസ് ഓവർ, അങ്ങനെ എൻ്റെ പഠനമെല്ലാം, ട്യൂഷൻ ക്ലാസ് അന്നത്തെ ആ ദിവസം എല്ലാം കഴിഞ്ഞാൽ ഐ വുഡ് സ്പ്രിന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചോടും. സോൺ ദി എൻജിൻ സ്മോക്ക് വുഡ് ബി വിസിബിൾ ഇൻ ദ ഡിസ്റ്റൻസ്. ഉടൻ തന്നെ അകലെ നിന്ന് വരുന്ന ട്രെയിനിന്റെ എൻജിൻ സ്മോക്ക് എനിക്ക് കാണാനാകും. ദ ഹോൺ വുഡ് ബി ടൂട്ടഡ് ലൗഡ്ലി. വളരെ ഉച്ചത്തിൽ ട്രെയിൻ ഹോൺ അടിക്കും. ടൂട്ടഡ്, സൗണ്ടഡ്, ഹോൺ ശബ്ദിക്കും. ആൻഡ് വിത്ത് എ തണ്ടറസ് റോൾ ദ ട്രെയിൻ വുഡ് പാസ് ത്രൂ ദ സ്റ്റേഷൻ. കാതടപ്പിക്കുന്ന ഇടിമുഴക്കമുണ്ടാക്കിക്കൊണ്ട് ട്രെയിൻ സ്റ്റേഷനിലൂടെ കടന്നു പോകും. ഐ ഹാഡ് വർക്ക്ഡ് ഔട്ട് ദ ബെസ്റ്റ് സ്പോട്ട്സ്. ഞാൻ അനുയോജ്യമായ ഒരു സ്ഥലത്ത് നിലയുറപ്പിക്കും. ഫ്രം വിച്ച് ടു കീപ്പ് ആൻ ഐ ഔട്ട് ഫോർ ദ ഫ്ലൈയിങ് ന്യൂസ് പേപ്പർ ബണ്ടിൽസ്. ട്രെയിനിൽ നിന്നും പുറത്തേക്ക് എടുത്തെറിയുന്ന ആ ഫ്ലൈയിങ് ന്യൂസ് പേപ്പർ ബണ്ടിൽ, കുതിച്ച് പറന്ന് പ്ലാറ്റ്ഫോമിലേക്ക് വീഴുന്ന ന്യൂസ് പേപ്പർ ബണ്ടിലുകളെല്ലാം തന്നെ വളരെ വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടിലായിരിക്കും ഞാൻ നിലയുറപ്പിച്ചുകൊണ്ട് ഇരിക്കുക. കീപ്പ് ആൻ ഐ ഔട്ട്, വാച്ച് കെയർഫുള്ളി, വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കാനും നോക്കാനും പറ്റുന്ന ഒരു സ്പോട്ടിൽ നിന്നുകൊണ്ട്. ലൈക്ക് ക്ലോക്ക് വർക്ക് ദേ വുഡ് ബി ടോസ്ഡ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. അങ്ങനെ വളരെ കൃത്യതയോടുകൂടി ആ ന്യൂസ് പേപ്പർ ബണ്ടിലുകൾ പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തെറിയപ്പെടും. ക്ലോക്ക് വർക്ക്, ഒരു ക്ലോക്ക് പ്രവർത്തിക്കുന്ന പോലെ റെഗുലറായിട്ട്, കൃത്യമായിട്ട്, യാതൊരു പിഴവും സംഭവിക്കാതെ ന്യൂസ് പേപ്പർ ബണ്ടിലുകൾ നേരത്തെ തീരുമാനിച്ചതുപോലെ ഓടുന്ന ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് എറിയപ്പെടും. ദ ട്രെയിൻ വുഡ് ദെൻ ഹഫ് ആൻഡ് പഫ് അവേ. അങ്ങനെ ട്രെയിൻ അത് ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, ഹഫ് ആൻഡ് പഫ് എന്ന് പറഞ്ഞാൽ ബ്രീത്ത് നോയ്സിലി, കിതക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ബ്രീത്ത് എടുക്കുന്നതിനാണ് ഹഫ് ആൻഡ് പഫ് എന്ന് പറയുക. ഇവിടെ എൻജിൻ ഉണ്ടാക്കുന്ന ആ ശബ്ദം, ട്രെയിൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അത് മുന്നോട്ട് പോവുകയും ചെയ്യും. ഷംസുദ്ദീൻസ് പേഴ്സൺ ഇൻ ദ ട്രെയിൻ വുഡ് വേവ് ടു മീ. ഷംസുദ്ദീൻ ഇതിനെല്ലാം ഏർപ്പാടാക്കിയിരുന്ന വ്യക്തി ട്രെയിനിൽ നിന്നും എൻ്റെ നേരെ വേവ് ഔട്ട് ടു മീ, എനിക്ക് നേരെ കൈവീശും. ആൻഡ് മൈ ജോബ് വുഡ് ബിഗിൻ. അങ്ങനെ എൻ്റെ ജോലിയിലേക്ക് ഞാൻ തുടക്കം കുറിക്കുകയും ചെയ്യും. ഇനി ഇതെല്ലാം പെറുക്കിയെടുത്ത് കളക്ട് ചെയ്ത് പട്ടണത്തിലേക്ക് എത്തിക്കുക എന്നുള്ള എൻ്റെ ജോലിക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. ഐ ദെൻ പിക്ഡ് അപ്പ് ദ ബണ്ടിൽസ്. പിന്നീട് ഞാൻ പ്ലാറ്റ്ഫോമിൽ ചിതറിക്കിടക്കുന്ന പത്രക്കെട്ടുകളെല്ലാം തന്നെ, ബണ്ടിൽസ് എല്ലാം തന്നെ പെറുക്കിയെടുക്കും, ശേഖരിക്കും. ഡിവൈഡഡ് ദം അപ്പ് ഇൻ ടു ബാച്ചസ്. അങ്ങനെ പ്രത്യേക ബാച്ചുകളായിട്ട് ഞാൻ അവ ഡിവൈഡ് ചെയ്യും, വേർതിരിക്കും. അക്കോർഡിംഗ് ടു ദ നെയ്ബർഹുഡ് ഇൻ വിച്ച് ദ പേപ്പേഴ്സ് ഹാഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓരോ പ്രദേശത്തേക്കും വിതരണത്തിന് ആവശ്യമായ എണ്ണമുള്ള
പത്രങ്ങളുടെ ബണ്ടിലുകളായിട്ടായിരിക്കും ഞാനത് ബാച്ച് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ഓഫ് ഐ വെന്റ്. അങ്ങനെ ഞാൻ സ്റ്റേഷൻ വിട്ട് പട്ടണത്തിലേക്ക് പുറപ്പെടും. ഫോർ അബൌട്ട് ആൻ അവർ ഐ ടോർ അറൗണ്ട് രാമേശ്വരം. അങ്ങനെ പിന്നീട് രാമേശ്വരം പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിൽ അതിവേഗം സഞ്ചരിച്ച് 1 മണിക്കൂർ കൊണ്ട് ഞാൻ അവിടെയൊക്കെ പത്രങ്ങൾ വിതരണം ചെയ്യും. ഡെലിവറിങ് ദ പേപ്പേഴ്സ് ടു എവരി വൺ. അവിടെയുള്ള ഓരോ വായനക്കാർക്കും. ടോർ അറൗണ്ട് എന്ന് പറഞ്ഞാൽ റാൻ ഓർ മൂവ്ഡ് ക്വിക്ക്ലി, വളരെ വേഗം സഞ്ചരിച്ച് ഓടി ചുറ്റുപാടും എല്ലായിടത്തും രാമേശ്വരം ടൗണിൽ പത്രം എത്തിച്ച് കൊടുക്കും. സൂൺ ഐ ബിഗാൻ ടു ഐഡന്റിഫൈ ദ പീപ്പിൾ ബൈ ദ പേപ്പേഴ്സ് ദേ റെഡ്. ഓരോ വ്യക്തിയും വായിക്കുന്ന പത്രത്തിന് അനുസൃതമായി അവർ വായിക്കുന്ന പത്രം ഏതാണെന്നും ആ വ്യക്തികളെയും ഒക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും സാധിച്ചു. ഞാൻ അങ്ങനെ ആളുകളെ പരിചയപ്പെട്ടു തുടങ്ങി. മെനി വുഡ് ബി വെയിറ്റിംഗ് ഫോർ മീ. ധാരാളം ആളുകൾ പത്രം വരുന്ന എന്നെയും കാത്ത്, കൊണ്ടുവരുന്ന എന്നെയും കാത്ത് നിൽപ്പുണ്ടായിരിക്കും. ആൻഡ് ദർ വുഡ് ഓൾവേസ് ബി എ ഫ്രണ്ട്ലി വേർഡ് ഓർ ടു. മിക്കപ്പോഴും പലരും സ്നേഹത്തോടു കൂടി 1-2 വാക്കുകളൊക്കെ എന്നോട് സംസാരിക്കുകയും ചെയ്യും. സം വുഡ് ടെൽ മീ ടു ഹറി ബാക്ക് ഹോം. ചില ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്ത് എന്നോട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഉപദേശിക്കും. സോ ഐ വുഡ് നോട്ട് ബി ലേറ്റ് ഫോർ സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് വൈകി എത്താതിരിക്കാൻ ചില ആളുകളൊക്കെ എന്നെ ഉപദേശിക്കും. ഐ തിങ്ക് മോസ്റ്റ് പീപ്പിൾ എൻജോയ്ഡ് ബീങ് ഹാൻഡഡ് ദെയർ പേപ്പേഴ്സ് ബൈ എ ചെയർഫുൾ 8-year-old. എന്നെ പോലെയുള്ള സന്തോഷവാനായ ഒരു 8 വയസ്സുകാരൻ പയ്യൻ, ഒരു കുട്ടി പത്രം വിതരണം ചെയ്യുന്നത് പല ആളുകൾക്കും വളരെ എൻജോയബിൾ ആയിരുന്നു. മോസ്റ്റ് പീപ്പിൾ എൻജോയ്ഡ്. അവരൊക്കെ അത് ആസ്വദിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി, അവരുടെ സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശവും വാക്കുകളുമൊക്കെ കേട്ടപ്പോൾ. Our town being on the east coast, by the time the work was over at 8 a.m., the sun would be light up in the sky. ഞങ്ങൾ ഈസ്റ്റ് കോസ്റ്റ്, കിഴക്കൻ തീരപ്രദേശത്തായിരുന്നു ഞങ്ങളുടെ രാമേശ്വരം ടൗൺ, ഞങ്ങളുടെ പ്രദേശം എന്നതിനാൽ എൻ്റെ ജോലി കഴിഞ്ഞ് ഏകദേശം 8 മണിയാകുമ്പോഴേക്കും സൂര്യൻ നല്ലവണ്ണം ഉദിച്ചുയർന്ന് ആകാശത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. നൗ ഐ ഹെഡഡ് ബാക്ക് ഹോം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട് ലക്ഷ്യമാക്കി കുതിച്ചു പോകും. വെർ മൈ മദർ വെയിറ്റഡ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം ഒരുക്കി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കാത്തിരിക്കുന്നുണ്ടായിരിക്കും. എ സിമ്പിൾ മീൽ വുഡ് ബി സെർവ്ഡ്. വളരെ ലളിതമായ ഒരു ഭക്ഷണമായിരിക്കും എനിക്ക് വിളമ്പി തയ്യാറാക്കി കാത്തുവച്ചിരിക്കുന്നത്. ബട്ട് ഹൗ ഹംഗ്രി ഐ വാസ്. എന്നാൽ അത് വളരെ ആർത്തിയോടുകൂടി, വളരെ വിശപ്പോടു കൂടിയായിരിക്കും ഞാൻ കഴിക്കുക. എന്തുമാത്രം വിശപ്പുണ്ടായിരിക്കും. അത് രാവിലെ തുടങ്ങിയതാണ്. ട്യൂഷൻ ക്ലാസ്, മറ്റു പഠനം, അറബിക് സ്കൂൾ, ഇതെല്ലാം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ബണ്ടിൽസ് കളക്ട് ചെയ്ത് പിന്നീട് രാമേശ്വരം ടൗണിൽ 1 മണിക്കൂർ സമയത്തേക്ക് അതെല്ലാം വിതരണം ചെയ്ത് വളരെയധികം വിശന്ന ഒരവസ്ഥയിലായിരിക്കും ഞാൻ വീട്ടിലെത്തുക. വളരെ ലൈറ്റായിട്ടുള്ള ആ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആർത്തിയോടുകൂടി കഴിക്കും. A simple meal would be served, but how hungry I was. My mother made sure I ate every morsel before sending me off to school. അങ്ങനെ സ്കൂളിലേക്ക് എല്ലാം ഒരുക്കി എന്നെ അയക്കും മുമ്പ് ഭക്ഷണം മുഴുവൻ ഞാൻ കഴിച്ചു എന്ന് അമ്മ ഉറപ്പുവരുത്തും. മോഴ്സൽ, പീസ് ഓഫ് ഫുഡ്, ഭക്ഷണത്തിലെ ഒരു ചെറുഭാഗം പോലും, ഒരല്പം പോലും ബാക്കിയാക്കാതെ മുഴുവൻ ഞാൻ കഴിച്ചു എന്ന് അമ്മ ഉറപ്പുവരുത്തും. ബട്ട് മൈ വർക്ക് ഡിഡ് നോട്ട് എൻഡ് ദർ. അങ്ങനെ എൻ്റെ ജോലി അവിടെയും അവസാനിക്കുന്നില്ല. ഇൻ ദി ഈവനിങ് ആഫ്റ്റർ സ്കൂൾ വാസ് ഓവർ. അങ്ങനെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വന്നാൽ ഐ വുഡ് ഡു ദ റൗണ്ട്സ് ഓഫ് ഷംസുദ്ദീൻസ് കസ്റ്റമേഴ്സ് അഗൈൻ. ഞാൻ ഒരിക്കൽ കൂടെ ഷംസുദ്ദീൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുക്കലേക്ക് ഒരു റൗണ്ട് കൂടെ പോകും. കളക്ടിങ് ഡ്യൂസ്. അവർ തരാനുള്ള പണമൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വാങ്ങിക്കൊണ്ട്. ദെൻ ഐ വുഡ് മീറ്റ് ഹിം. അതിനുശേഷം വീണ്ടും ഞാൻ ഷംസുദ്ദീനെ കണ്ടുമുട്ടും. സോ ദാറ്റ് he could work out the accounts of the day. അന്നത്തെ ഓരോ ദിവസത്തെയും അക്കൗണ്ടുകൾ ആ ദിവസം തന്നെ വൈകുന്നേരം അദ്ദേഹത്തിന് കാൽക്കുലേറ്റ് ചെയ്യാം, വർക്ക് ഔട്ട് ചെയ്യാം. അതിനുവേണ്ടി വൈകുന്നേരം കസ്റ്റമേഴ്സിൽ നിന്നും തരാനുള്ള പണമൊക്കെ വാങ്ങിച്ച് ഷംസുദ്ദീനെ കണ്ട് കണക്കുകൾ ക്ലോസ് ചെയ്യും, അക്കൗണ്ട് സെറ്റിൽ ചെയ്യും. At that time, sitting somewhere near the sea with a breeze blowing in, Jalaluddin or Shamsuddin would finally open up the day's paper. ആ കണക്കുകളൊക്കെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ കടൽ തീരത്ത് ബ്രീസ്, ഇളം കാറ്റുമേറ്റ് ഞങ്ങളങ്ങനെ ഇരിക്കും.
Jalaluddin or Shamsuddin would finally open up the day's paper. ജലാലുദ്ദീനോ ഷംസുദ്ദീനോ അന്നത്തെ പത്രം തുറക്കും. All of us would pour over the black type of the ദിനമണി. ദിനമണി പത്രത്തിൻ്റെ അക്ഷരങ്ങളിലൂടെ ഞങ്ങൾ പരതും. All of us would pour over means read carefully. വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ അക്ഷരങ്ങളിലൂടെ വരികളിലൂടെ ഞങ്ങൾ വായിച്ച് മുന്നോട്ട് പോകും. One of them would read aloud the news items. ആരെങ്കിലും ഒരാൾ ഉറക്കെ അന്നത്തെ വാർത്തകൾ വായിക്കും. And slowly the larger outside world would enter our consciousness. അങ്ങനെ ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് പുറം ലോകം കടന്നു വരും. ലാർജർ ഔട്ട്സൈഡ് വേൾഡ്, വളരെ വിശാലമായ പുറം ലോകം ആ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ഞങ്ങളുടെ കോൺഷ്യസ്നെസ്സിലേക്ക്, ഞങ്ങളുടെ ബോധ മനസ്സിലേക്ക് പുറം ലോകം ഞങ്ങൾ അറിയാതെ തന്നെ കയറി വരും. ഗാന്ധിജി, കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, E.V. രാമസ്വാമി തുടങ്ങിയവരെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ അവരുടെ ചിത്രങ്ങളും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഓർമ്മകളിലേക്ക്, മനസ്സുകളിലേക്ക് കയറി വരും. Their words would hang in the evening air. അവരുടെയൊക്കെ വാക്കുകൾ വാർത്തകളായി വായിക്കുമ്പോൾ ആ സന്ധ്യാകാറ്റിൽ അവരുടെയൊക്കെ വാക്കുകൾ അങ്ങനെ തങ്ങി നിൽക്കും. I would trace the photos and words with my fingers. പത്രങ്ങളിലെ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ വിരലുകൾ വെച്ച് ഇങ്ങനെ ഫോളോ ചെയ്യും. Wondering what it must be like to be out there in the large world with all of them. ഈ മഹാന്മാരോടൊക്കെ കൂടെ ലാർജ് വേൾഡിലേക്ക്, ഈ രാമേശ്വരം വിട്ട് പുറം ലോകത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും കാഴ്ചകൾ, അവസ്ഥകൾ എന്നൊക്കെ ഞാനിങ്ങനെ അത്ഭുതപ്പെടും. Maybe I thought to myself, one day I would go to the big cities like Madras, Bombay and Calcutta. വാർത്തകൾ വായിക്കുമ്പോൾ ഇത്തരം മഹാനഗരങ്ങളൊക്കെ വലിയൊരു അത്ഭുതമായിട്ടാണ് മനസ്സിൽ തോന്നുക. അവിടെയൊക്കെയുള്ള നേതാക്കന്മാരൊക്കെ കാണാനും ഈ പട്ടണങ്ങൾ ഒക്കെ കാണാനും ഒരു പക്ഷേ I thought to myself, എൻ്റെ മനസ്സിൽ എനിക്കും ഇങ്ങനെ തോന്നും. One day I would go to the big cities like Madras, Bombay and Calcutta. ഇങ്ങനെയുള്ള മഹാനഗരങ്ങളിലൊക്കെ ഒരു കാലത്ത് ഞാനും പോകുമായിരിക്കും. What would I say if I ever got to meet people like Gandhiji and Pandit Nehru? ഗാന്ധിജിയെ പോലുള്ള, പണ്ഡിറ്റ് നെഹ്റുവിനെ പോലുള്ള നേതാക്കന്മാരെ കാണുമ്പോൾ ഞാൻ അവരോടൊക്കെ എന്തായിരിക്കും പറയുക എന്നൊക്കെ ഭാവനയിൽ ഇങ്ങനെ കാണും. But such thoughts were soon interrupted by the calls of my playmates. എന്നാൽ ഇത്തരം മനോഹരമായ ചിന്തകളൊക്കെ വളരെ താമസിയാതെ തന്നെ ഇൻ്ററപ്റ്റ് ചെയ്യപ്പെടും, അതിന് ഭംഗം വരുത്തും. എൻ്റെ പ്ലേമേറ്റ്സ്, കളിക്കൂട്ടുകാർ വന്ന് കളിക്കാൻ എന്നെ വിളിക്കും. ആൻഡ് ദെൻ ദ കോൾ ഫോർ ഡിന്നർ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ വിളി, ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയുമാകും. അങ്ങനെയാണ് ആ വൈകുന്നേരം അവസാനിക്കുന്നത്. There was homework to be done. ഇനി നാളെ സ്കൂളിലേക്കുള്ള ഹോംവർക്കുകൾ ആ രാത്രി തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. And even an 8-year-old has only that much energy to spend. ഒരു 8 വയസ്സുകാരൻ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി അത്രമാത്രമേ എനർജി ബാക്കിയുള്ളൂ. അതിരാവിലെ തുടങ്ങിയ അധ്വാനമാണ്, രാത്രിയായി ഇനിയും എനർജി, ഊർജം ചെലവഴിക്കാൻ ഉണ്ടായിരിക്കില്ല. ആരോഗ്യം അത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു 8 വയസ്സുകാരൻ കുട്ടിയിൽ. അതുകൊണ്ട് തന്നെ by 9 PM I would be fast asleep. 9 മണിയാകുമ്പോഴേക്കും ഞാൻ ഗാഢമായ ഉറക്കിലേക്ക് വീണിരിക്കും. As the next day more studies and the life of a working man lay in store. പിറ്റേന്ന് രാവിലെയായാൽ ഇനിയും കൂടുതൽ പഠനവും ഒരു വർക്കിംഗ് മാൻ, ജീവിക്കുന്ന ഒരു അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ ജോലി മുഴുവനും ഇനി മുമ്പിൽ നാളേക്ക് സ്റ്റോറിൽ വെച്ചുകൊണ്ടായിരിക്കും ആ ഉറക്ക്. ദിസ് റൂട്ടീൻ കണ്ടിന്യൂഡ് ഫോർ അബൌട്ട് എ ഇയർ. എൻ്റെ ഈ ദിനചര്യ ഏകദേശം ഒരു വർഷക്കാലം തുടർന്നു. ഇൻ ദാറ്റ് 1 year ഓഫ് റണ്ണിങ് അറൗണ്ട് വിത്ത് പേപ്പേഴ്സ് ഐ ഗ്രൂ ടോളർ ആൻഡ് ബ്രൗണർ. ന്യൂസ് പേപ്പറും കൊണ്ടുള്ള എൻ്റെ ഈ ഒരു വർഷക്കാലത്ത് ഓട്ടത്തിനിടയിൽ ഞാൻ അറിയാതെ തന്നെ ഐ ഗ്രൂ ടോളർ, ഞാൻ അല്പം കൂടെ ഉയരം വെച്ചു. ആൻഡ് ബ്രൗണർ, എൻ്റെ നിറം വെയിലേറ്റ് അല്പം കൂടെ ബ്രൗണിഷായി, ഡാർക്കറായി. I also learned that I could now judge quite accurately the distance I could cover at a sprint with a bundle of papers in my hand. എൻ്റെ കയ്യിൽ ഒരു കെട്ട് ന്യൂസ് പേപ്പറും കൊണ്ട് എനിക്ക് അറ്റ് എ സ്പ്രിന്റ്, ഒരു കുതിച്ച് ഓട്ടത്തിൽ എത്ര ദൂരത്ത് എവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് കൃത്യമായി കണക്ക് കൂട്ടാനും ഞാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു.
ഐ ഓൾസോ ലേൺ ദാറ്റ് ഐ കുഡ് നൗ ജഡ്ജ് ക്വൈറ്റ് അക്യുറേറ്റ്ലി. വളരെ കൃത്യമായിട്ട് തന്നെ ജഡ്ജ് ചെയ്യാൻ, എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചിരുന്നു. ദ ഡിസ്റ്റൻസ് ഐ കുഡ് കവർ അറ്റ് എ സ്പ്രിൻറ്റ്. ഒരു ഓട്ടം കൊണ്ട് എത്ര ദൂരം കവർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കണക്ക് കൂട്ടാൻ എനിക്ക് സാധ്യമായിരുന്നു. കാരണം എൻ്റെ നിത്യേനയുള്ള ഓട്ടത്തിൽ ഞാൻ എത്ര വേഗത്തിൽ ഓടിയാൽ എവിടെയൊക്കെ എത്തുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഹെൻസ് ഐ കുഡ് ടൈം മൈ അറൈവൽ അറ്റ് വേരിയസ് ലൊക്കാലിറ്റീസ് അറ്റ് ദ സെയിം ടൈം എവറി ഡേ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഒരേ സമയത്ത് ഏതൊക്കെ ലൊക്കാലിറ്റിയിൽ, വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ എനിക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത്, ടൈം മൈ അറൈവൽ, എൻ്റെ എത്തിച്ചേരൽ കൃത്യമായി കണക്ക് കൂട്ടാൻ എനിക്ക് സാധ്യമായി. ഓരോ ദിവസവുമുള്ള ഈ അധ്വാന ഫലമായി ഓരോ സമയത്തും ഞാൻ എവിടെയൊക്കെ എത്തണമെന്നുള്ളത് എന്ന് വെച്ചാൽ എന്നെ കാത്ത് ന്യൂസ് പേപ്പറും പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ നിൽപ്പുണ്ടായിരിക്കും. കൃത്യസമയത്ത് എല്ലാ ദിവസവും ഒരിടത്തെത്താൻ ഞാൻ പഠിച്ചു, പരിശീലിച്ചു. I could calculate in my head the amount owed to Shamsuddin by each of his subscribers. എൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് കണക്ക് സൂക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഷംസുദ്ദീൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സും എത്രയെത്ര പണമാണ് അദ്ദേഹത്തിന് നൽകാനുണ്ട് എന്നുള്ളത്. ആൻഡ് കുഡ് റീൽ ഓഫ് ദ നെയിംസ് ഓഫ് ദോസ് ഹു ഹാഡ് നോട്ട് പെയ്ഡ് അപ്പ് ദാറ്റ് ഡേ. ആ ഓരോ ദിവസവും പത്രത്തിന് പണം തരാത്തവരുടെ പേരുകൾ ഒരു ലിസ്റ്റ് പോലെ എനിക്ക് മനസ്സിൽ സൂക്ഷിക്കാനും സാധിക്കുമായിരുന്നു. റീൽ ഓഫ് മീൻസ് ടു ലിസ്റ്റ് ഔട്ട്, ഒരു ലിസ്റ്റിൽ എന്ന പോലെ സൂക്ഷിക്കുക. മോസ്റ്റ്ലി എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ പഠിച്ചെടുത്തൊരു കാര്യം, ഏറ്റവും മുഖ്യമായും, ഐ ലേൺ ദാറ്റ് ടു ബി എ വർക്കിംഗ് മാൻ മെന്റ് ടു യു. ഒരു വർക്കിംഗ് മാൻ, ഒരു അധ്വാനിക്കുന്ന മനുഷ്യൻ, ഒരു ജോലി ചെയ്യുന്ന ആൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം ഇതാണ്: യു ഹാവ് ടു ബി അപ്പ് ആൻഡ് റെഡി ടു ഫേസ് ദ ഡേ. അതിരാവിലെ എഴുന്നേൽക്കണം, ആ ദിവസത്തെ നേരിടാൻ തയ്യാറായിരിക്കണം. വാട്ട് എവർ എൽസ് മേ ഹാപ്പൻ ടു യു, മറ്റെന്ത് നിങ്ങൾക്ക് സംഭവിച്ചാലും ഒരു കൃത്യത വേണം. എല്ലാ പ്രതിസന്ധികളെയും നേരിടണം. കൃത്യസമയത്ത് എഴുന്നേറ്റ് ആ ഒരു ദിവസത്തേക്കുള്ള കാര്യങ്ങൾ മുഴുവനും ഫേസ് ചെയ്യുക. വാട്ട് എവർ എൽസ് മേ ഹാപ്പൻ ടു യു, നിങ്ങൾക്ക് മറ്റെന്ത് സംഭവിച്ചാലും അതിനൊന്നും ഒരു മുടക്കം വരുത്തരുത്. ഇതാണ് ഞാൻ ഒരു അധ്വാനിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വർക്കിംഗ് മാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പഠിച്ചെടുത്തത്. ഹോംവർക്ക്, ട്യൂഷൻ, പ്രേയേഴ്സ് ഓൾ ക്യാരിഡ് ഓൺ. എൻ്റെ ഹോംവർക്കും ട്യൂഷനും പ്രേയേഴ്സും എല്ലാം ഞാൻ തുടർന്നു കൊണ്ട് തന്നെ. ബട്ട് ദ മദ്രാസ് ധനുഷ്കോടി മെയിൽ വുഡ് നോട്ട് വെയിറ്റ് ഫോർ മീ. ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോഴും മദ്രാസ് ധനുഷ്കോടി ട്രെയിൻ അത് സ്റ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ അതെനിക്ക് വേണ്ടി കാത്തിരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ ഹാഡ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ സ്റ്റേഷൻ അറ്റ് ദ കറക്റ്റ് ടൈം. കൃത്യസമയത്ത് ഞാൻ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാകണം. ആൻഡ് അറ്റ് ദ കറക്റ്റ് പോയിന്റ് ടു കളക്ട് ദ ബണ്ടിൽസ് ആസ് ദേ കെയിം ഫ്ലൈയിങ് ഇൻ. പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിനിൽ നിന്നും പറന്നു വരുന്ന ന്യൂസ് പേപ്പർ ബണ്ടിലുകൾ കളക്ട് ചെയ്യാൻ ഞാൻ കൃത്യസമയത്ത് കൃത്യസ്ഥലത്തുണ്ടായിരിക്കണം എന്നും എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം പാലിക്കുന്ന കാര്യത്തിലും മറ്റെല്ലാ ജോലികൾ ഞാൻ ജീവിതത്തിൽ ചെയ്യുമ്പോഴും ഞാനത് പാലിച്ചു പോന്നു, കൃത്യത പുലർത്തി പോന്നു. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ബ്രഷ് വിത്ത് ടേക്കിംഗ് അപ്പ് എ റെസ്പോൺസിബിലിറ്റി. ഒരു ഉത്തരവാദിത്തം ജീവിതത്തിൽ ഏറ്റെടുക്കുന്നതിൻ്റെ ആദ്യ അനുഭവമായിരുന്നു അത്. ഫസ്റ്റ് ബ്രഷ് മീൻസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓർ എൻകൗണ്ടർ. എൻ്റെ ആദ്യ അനുഭവം ആയിരുന്നു അത്. മാത്രമല്ല, ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ആൻഡ് സീയിങ് ഇറ്റ് ടു ദാറ്റ് ഐ കെപ്റ്റ് മൈ വേർഡ് ടു മൈ കസിൻ ഷംസുദ്ദീൻ. എൻ്റെ കസിൻ ഷംസുദ്ദീനോട് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുക എന്നുള്ളതിൻ്റെയും ഒരു ആദ്യ അനുഭവമായിരുന്നു അത്. നോ മാറ്റർ വാട്ട്, മറ്റെന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കൃത്യത പുലർത്തണം. ഞാൻ ഷംസുദ്ദീൻ എന്ന കസിന് കൊടുത്ത വാക്ക് പാലിക്കണം. ഞാൻ കൃത്യസമയത്ത് കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കണം എന്നതിൻ്റെ ആദ്യ അനുഭവമായിരുന്നു ഈ ജോലി. ഇറ്റ് വാസ് ഓൾസോ ദ മോസ്റ്റ് എൻജോയബിൾ ടൈം ആൻഡ് ഐ ലവ്ഡ് എവറി മൊമെൻ്റ് ഓഫ് ഇറ്റ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും എൻജോയബിളായിട്ടുള്ള, ഏറ്റവും ആസ്വദിച്ച ഒരു കാലം കൂടെയായിരുന്നു അത്. ആൻഡ് ഐ ലവ്ഡ് എവറി മൊമെൻ്റ് ഓഫ് ഇറ്റ്. എൻ്റെ ആ ജോലിയുടെ ഓരോ നിമിഷവും ഞാൻ തീർത്തും ഇഷ്ടപ്പെട്ടിരുന്നു, ആസ്വദിച്ചിരുന്നു. ഓഫൻ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദി ഇൻറ്റൻസ് ടയർനെസ് എവറി നൈറ്റ്. മിക്കപ്പോഴും ഓരോ രാത്രിയിലും കഠിനമായ ക്ഷീണം എനിക്കുണ്ടായിരുന്നിട്ടും ഞാനതൊക്കെ ആസ്വദിച്ചു പോന്നു. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് മീൻസ് ഡിസ്പൈറ്റ് ഓർ ഇൻസ്പൈറ്റ് ഓഫ്.
അങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നിട്ടും ഇവിടെ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ദി ഇൻറ്റൻസ് ടയർഡ്നെസ് എവറി നൈറ്റ്, ഓരോ രാത്രിയിലും ഇൻറ്റൻസ് ടയർഡ്നെസ്, വളരെ ശക്തമായ ക്ഷീണം, അധ്വാന ഭാരം കൊണ്ട് ഞാൻ വളരെ ക്ഷീണിതനായിരുന്നിട്ടും ഐ ലവ്ഡ് എവറി മൊമെൻ്റ് ഓഫ് ഇറ്റ്. ആ ഒരു അധ്വാന കാലഘട്ടത്തിൻ്റെ ഓരോ നിമിഷവും ഞാൻ ശരിക്കും ഇഷ്ടപ്പെട്ടു, ഞാൻ ആസ്വദിച്ചിരുന്നു. My mother often fretted at my taking up this additional work and the toll it was taking on me. ഞാൻ ഈ അഡീഷണൽ വർക്ക്, എൻ്റെ ഈ അധിക ഭാരം, ഈ ജോലി ഭാരം എന്നിലുണ്ടാക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അമ്മയ്ക്കും അതിൽ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. ഫ്രെറ്റഡ്, വറീഡ്, അമ്മ എൻ്റെ കാര്യത്തിൽ വല്ലാതെ ദുഃഖിച്ചിരുന്നു, വിഷമിച്ചിരുന്നു. കാരണം ഈ അഡീഷണൽ വർക്ക് എന്നിൽ ഉണ്ടാക്കുന്ന ടോൾ, ലോസ് ഓർ ഡാമേജ്, എൻ്റെ ശാരീരികമായ മാനസികമായ പ്രയാസത്തിൽ അമ്മയും വല്ലാതെ വിഷമിച്ചിരുന്നു. ബട്ട് ഐ ഷുക്ക് മൈ ഹെഡ് ആൻഡ് സ്മൈൽ അറ്റ് ഹർ. എന്നാൽ അതൊക്കെ ഞാൻ നിഷേധിച്ചുകൊണ്ട് അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. നോയിങ് ദാറ്റ് മൈ ഏർണിങ്സ് വേർ സംഹൗ ഹെൽപ്പിംഗ് അസ് ഓൾ. എൻ്റെ ചെറിയ വരുമാനം ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്നുണ്ട്, കുടുംബത്തിൽ ചെറിയൊരു വരുമാനമായിട്ടത് മാറുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, and that she was secretly proud of me for having taken on the role of a working man at the age of 8. എൻ്റെ 8-ാം വയസ്സിൽ തന്നെ റോൾ ഓഫ് എ വർക്കിംഗ് മാൻ, അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ റോൾ ഞാൻ ചെയ്യുന്നു എന്നതിൽ അമ്മയ്ക്ക് അഭിമാനമുണ്ടായിരുന്നു എന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. അമ്മ രഹസ്യമായിട്ടുള്ളിൽ എൻ്റെ ഈ കർത്തവ്യബോധത്തിൽ, ഉത്തരവാദിത്വത്തിൽ അമ്മയും അഭിമാനം കൊള്ളുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. മാത്രവുമല്ല, kept me going with a smile on my face. എപ്പോഴും എൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാക്കാൻ അമ്മ വല്ലാതെ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു അമ്മയുടെ വിഷമം ഞാൻ നിഷേധിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും തിരിച്ചും അമ്മയ്ക്കൊരു പുഞ്ചിരി നൽകിയത്. എ വർക്കിംഗ് മാൻ അറ്റ് ദി ഏജ് ഓഫ് 8, 8-ാമത്തെ വയസ്സിൽ അധ്വാനിക്കുന്ന ഒരു പുരുഷൻ. അത്രയും ഭാരമുള്ള ജോലിയായിരുന്നു ഞാനും ആ ചെറുപ്പത്തിൽ തന്നെ ചെയ്തിരുന്നത്. This is an extract from APJ Abdul Kalam's memoir, My Journey, Transforming Dreams into Actions. സ്വപ്നങ്ങളെ പ്രവൃത്തിമണ്ഡലത്തിലേക്ക് മാറ്റം വരുത്തുക എന്നർത്ഥം വരുന്ന മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻസ് എന്ന APJ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ ഈ ലെസൺ. APJ അബ്ദുൽ കലാം എന്ന ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ്, ഇന്ത്യയുടെ മിസൈൽ മാൻ, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ബോയ്ഹുഡ്, ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത് നമുക്ക് തന്നെ ഏറെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇത്രയുമാണ് ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന മനോഹരമായ ഈ ലെസൻ്റെ വിശദീകരണം. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.